സോ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ, സ്വാദിഷ്ടമായിട്ടുള്ള കുറേയേറെ വിഭവങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വിനോദത്തിന് കുറേയേറെ പ്രാധാന്യം കൊടുക്കുന്ന മണ്ണ് കൂടിയാണ് കോഴിക്കോട്. അത്തരത്തിലൊരു പ്രധാന പേജാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്നത് അല്ലേ. കക്കാടംപൊയിലിൽ തന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കിഡിലൻ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. എവിടെയാ? ഫോഗി മൗണ്ടൈൻ. കക്കാടംപൊയിലുള്ള ഫോഗി മൗണ്ടൈനിലാണ്. ഇവിടെ കുറേ സർപ്രൈസസുകളുണ്ട്. അതെ, അപ്പൊ ഫോഗി മൗണ്ടൈൻ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നതും എപ്പിസോഡ് തുടങ്ങി വയ്ക്കുന്നതും അല്ലേ. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്കുവടക്കന്റെ ഒരു കിടിലൻ അഡ്വഞ്ചർ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ നടന്ന് ടിക്കറ്റ് എടുത്തിട്ട് അത് കേട്ടില്ല, അല്ലാതെ കേറ്റൂല. അപ്പോൾ നമുക്കിത് ബാൻഡ് കിട്ടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ പലയിടത്തായിട്ടും എൻട്രി ടിക്കറ്റ് ഉണ്ടായിരിക്കുക. ഒന്നിൽ ചിൽഡ്രൻ, അഡൽട്ട്, അങ്ങനെ 2 കാറ്റഗറി ആയിരിക്കും. പക്ഷേ ഇവിടെയായിട്ട് 4 കാറ്റഗറിയിലുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സീനിയർ സിറ്റിസനാണ്, അവർക്ക് 200 രൂപയാണ്. അതുപോലെ തന്നെ കിഡ്സിനാണെന്നുണ്ടെങ്കിൽ 450. അതുപോലെ ടീനേജ് എന്നൊരു കാറ്റഗറി കൂടി ഉണ്ട്, അവർക്ക് 650 ആണ്. അഡൽട്ട് ആകുമ്പോൾ 799. അത് മാത്രമല്ല ഇൻഫാൻസിന്, അതായത് 90 സെന്റിമീറ്ററിന് താഴെ ഹൈറ്റ് വരുന്നവർക്ക് ഫ്രീ. അതെ, അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കയറാം. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ കാത്തിരിക്കുന്നത് നമുക്ക് ചെന്ന് നോക്കി കണ്ട തന്നെ പറയാം. യെസ്, അങ്ങനെ ഫോഗി മൗണ്ടൈനിലേക്ക് നമ്മളങ്ങ് കടന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. കാരണം പലരും പല ഈ എന്താ പറയുക അഡ്വഞ്ചറസ് സ്പോർട്സിന് വേണ്ടി എവിടെ പോയാലാണ് എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കിട്ടുക എന്ന് ആലോചിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. സോ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഫോഗി മൗണ്ടൈൻ. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു പോണ്ട് കാണാം. അതിനകത്ത് പെഡൽ ബോട്ട് ഉണ്ട്, കുറെ താറാവാണ്, അരയന്നാണ്, രണ്ടുണ്ട്, താറാവുണ്ട്, അരയന്നും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ബലൂൺ ഉണ്ട്, അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെ റൈഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു 6 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു ഫോഗി മൗണ്ടൈൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അധികം ആരും ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. സോ അറിയാത്തവർക്കായിട്ട് ഞങ്ങളിത് പറയുന്നു, ഒന്നും നോക്കണ്ട മക്കളെ, കയറി പോരെ അല്ലെ. അതുപോലെ അഡ്വഞ്ചറിന്റെ സാധനങ്ങൾ കുറെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെല്ലെ മെല്ലെ നടന്ന് തന്നെ പോയി കാണാം. അതെ, നമുക്ക് ആദ്യം ഈ സാധനത്തിൽ കയറിയാലോ. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സ്പീഡ് പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഹൈറ്റ് പേടിയുണ്ടോ? ഹൈറ്റ് പേടിയില്ല. സ്പീഡ് പേടിയുണ്ടോ? വെള്ളം പേടിയുണ്ടോ? എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, പക്ഷെ എനിക്കെല്ലാം പേടിയാണ്. നീ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ എല്ലാ റൈഡിലും ഞാൻ കയറാൻ പോകും. എന്നാലും മുങ്ങി ആക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാടാ സംഭവിച്ചത്? ആവേശം ഇത് തന്നെ ആദ്യം കേറണ്ടായിരുന്നു. ആദ്യം കേറാണെന്ന് തോന്നിയത് ഇപ്പൊ കേറണ്ടായിരുന്നു. അതെ, അങ്ങനെ നമ്മളുടെ കയ്യില് നമ്മളുടെ ബാലൻസ് നിൽക്കില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം കൂടിയാണ് അല്ലേ. ശരിക്കും ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ബാക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ പോലും ബാലൻസ് ചെയ്തങ്ങ് പോകണം. ഇടയ്ക്ക് വെച്ച് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടി ആവുന്ന കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. വേറെ കാര്യം പറയാനുള്ളത്, ദയവേത് ഈ റൈഡ് കയറുന്നവർ ആരും നേരെ ഭക്ഷണം കഴിച്ച ഉടനെ ഇത് കയറാണ്ടിരിക്കുക. ഭക്ഷണത്തിന്റെ ഒപ്പം ഇത് രാവിലെ കഴിച്ചതും കൂടി ചിലപ്പോൾ പുറത്ത് വന്നിരിക്കും. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇനിയുണ്ടോ കുറേ സാധനങ്ങൾ ആകാശത്ത് കൂടെ ഓരോ പോകുന്നുണ്ട്. യെസ്, അപ്പോൾ അടുത്ത റൈഡിലേക്ക് നമുക്ക് പോവാം. ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ നടന്ന് ഞങ്ങൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി കക്കാടംപൊയിലെ കുന്നിന് മുകൾ ശരിക്കും വിനോദത്തിന്റെ കാഴ്ചകൾക്ക് മാത്രമല്ല, അത് സാഹസികതയുടെ കൂടെ അല്ലെ ഒരു എക്സ്പീരിയൻസ് കൂടെ ആയിട്ട് മാറുകയാണ്. ഏകദേശം 25+ അഡ്വഞ്ചർ അതിൽ തന്നെ കാണും എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ട് എന്നുള്ളത് അല്ലേ. അതിനേക്കാളൊപ്പം തന്നെ ഫോഗി മൗണ്ടൈൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്,
പാർക്കാം പറക്കാം എന്നുള്ള രീതിയിൽ അല്ലേ, സിപ്പ് ലൈനിലൂടെ പറക്കും ചെയ്യാം, ഒപ്പം തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസിൽ പാർക്കാനായിട്ടുള്ള നല്ലൊരു സ്റ്റേയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മലമുകളിലാവുമ്പോൾ അതിൻ്റെതായ ഭംഗി നിങ്ങൾക്ക് ഊഹിക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്കും കോടമഞ്ഞ് ഇറങ്ങും. സോ കുട്ടികളായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഒരുപാട് ഗെയിംസ് ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ കിഡ്സിന്റെ ഈ ഒരു സെക്ഷനാണ്. ഓടിച്ചാടി കയറാൻ തോന്നുന്നുണ്ടെങ്കിലും കിഡ്സ് ഏരിയ ആയതുകൊണ്ട് അനുവദിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടി അഡൾട്ടിന് കയറാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ഇവിടെ റോപ്പ് കാണാൻ പറ്റും സിപ്പ് ലൈനിന്റെ. പക്ഷേ ഇതിൽ ശരിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പലപ്പോഴും സിപ്പ് ലൈനിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിലേക്ക് കയറുന്നോടത്തേക്ക് നടന്നു പോകണം, അല്ലെങ്കിൽ കയറി കഴിഞ്ഞിട്ട് നടന്നു വരണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ മലമുകളിൽ തന്നെയാണ്. സോ അവിടെ നിന്ന് പോയി അതിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് റിട്ടേൺ ആണ് ഈ ഒരു പോയിന്റിൽ വന്നെത്തുക എന്നുള്ളത്. പിന്നെ നമുക്ക് വലിയവർക്ക് കയറി വരുമ്പോൾ തന്നെ ആസ്വദിക്കാൻ പറ്റിയ 2 സ്ഥലങ്ങൾ, ഒന്ന് ഈ വേവ് പൂളും പിന്നെ റെയിൻ ഡാൻസും ആണ്. റെയിൻ ഡാൻസിലേക്ക് നമ്മൾ ഇപ്പൊ തന്നെ അങ്ങ് ചാടി കടക്കുന്നില്ല, കാരണം ദേഹമൊക്കെ അനങ്ങി മൈക്കൊക്കെ വെള്ളത്തിൽ മുങ്ങി ഞങ്ങളുടെ പണി പോകുന്ന പരിപാടിയാണ്. സോ അതിന് ഞങ്ങൾ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങി പോയി നോക്കാം, റോപ്പിനെ പിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അഡ്വഞ്ചർ ട്രാക്കിൽ നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ഇതിലാണ് അല്ലേ, റോക്കറ്റ് ജെറ്റിലാണ്. അപ്പോൾ റബ്ബർ ബാൻഡ് വിടുന്ന പോലെ അങ്ങ് വിടും. അമീൻ ബഹിരാഴ്ച എത്തുമെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ, ഞാൻ ഇവിടെ നോക്കി കാണും. അപ്പോൾ വിട്ടാലോ? ഇനി മെല്ലെ കയറി പോകും തോറും അല്ലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈഡ്സ് കിട്ടും പറ്റുന്നതാണ്. ഇനി മൊത്തം അഡൾട്സിനുള്ള സെക്ഷനാണ് കേട്ടോ. വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ദൂരത്ത് കാണാണ്ടായിരിക്കും. ഒരുപാട് സാധനങ്ങളുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. സ്കൈ വാക്ക് ഉണ്ട്, അതുപോലെ തന്നെ റോളിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ നമുക്ക് ടോപ്പ് നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മെല്ലെ പോയി തന്നെ നോക്കാം അല്ലേ. അങ്ങനെ കുന്ന് കയറി വരുമ്പോ തന്നെ അല്ലെ ഒരു 4-5 ഐറ്റംസ് നമുക്ക് പറ്റിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല ഹൈറ്റ് പേടിയുള്ളവർക്കും പേടിയൊന്നും വേണം. എല്ലാവിധ സെക്യൂരിറ്റിയും സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് അവർ കാര്യങ്ങൾ സെറ്റ് ചെയ്യണേ. കാരണം ഞാൻ അതിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. പോയി വന്നേ ഉള്ളൂ. എന്തായാലും സ്വിപ്പ് ലൈൻ കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് നേരെ ജയന്റ് സ്വിംഗ് ഉണ്ട്, നമുക്ക് ആദ്യം ജയന്റ് സ്വിംഗിൽ പോകാം അല്ലെ. അതുപോലെ തന്നെ സൈക്ലിംഗ് ഉണ്ട്, റോളിംഗ് ഉണ്ട്, അങ്ങനെ കുറേയേറെ പരിപാടികളുണ്ട്. പോയാ നമ്മൾ പലതരം അഡ്വഞ്ചർ പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും കയറ്റം തന്നെ ഒരു അഡ്വഞ്ചർ ആണ് അല്ലെ. കയറി സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ, പക്ഷെ ഇത് കയറി തീരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും 2 എക്സ്പീരിയൻസ് പറയാനുള്ള എനിക്ക് എന്തായാലും സൈക്ലിംഗ് ആയിരുന്നു. പക്ഷെ നമുക്ക് ചവിട്ടിയില്ലെങ്കിൽ പോലും കുറച്ചൊരു ഫ്ലോ ഉണ്ട്. പിന്നെ അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്. റിട്ടേൺ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഫോഴ്സിൽ ചവിട്ടുണ്ട് വരുന്നത്.
പക്ഷെ രസമാണ്, നമുക്കൊരു എയറിൽ സൈക്കിൾ ചവിട്ടി പോണ ഒരു ഫീല് കൃത്യമായിട്ട് കിട്ടും. എങ്ങനെയായിരുന്നു? എനിക്ക് അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സാധനം ചവിട്ടിയിട്ട് വേണം പോകാൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചവിട്ടാൻ പറ്റാനുള്ള ബാലൻസ് കിട്ടാനുള്ള, പക്ഷെ നമ്മൾ ഫുൾ സേഫ്റ്റി ഒക്കെ ഇട്ട് എല്ലാം ഓക്കെയാണ്. എന്നാലും മനുഷ്യന്മാരല്ലേ, നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. അതെ, മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ ഇതിൽ പിരിഞ്ഞു. ഇനി പിരിയരുത്, നീ ഇല്ലെങ്കിൽ ഞാൻ പെട്ടു. എന്തായാലും ഇവിടുന്ന് നേരത്തെ നമ്മൾ ജയന്റ് സ്വിംഗിൽ കയറിയ ഒരു ഫീലൊക്കെ ഇവിടെ നമുക്ക് കുറച്ചുകൂടി കാണാൻ പറ്റും വ്യൂ. ഇനി നമ്മൾ സിപ്പ് ലൈനിൽ നേരെ അല്ലേ? ഓക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ എത്രത്തോളം എക്സ്പെക്ട് ചെയ്യണോ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈഡ് കൂടി തന്നെയായിരുന്നു. കാരണം മൂന്ന് കാരണങ്ങളാണ് മെയിൻലി. ഒന്ന്, ഇത്രയും ഹൈറ്റ് അല്ലേ ഹില്ലിന്റെ ടോപ്പ് നിന്ന് വരുന്നുള്ളത്. രണ്ട്, ഇത്രയും ലെങ്ത് ഉണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു അഡ്വാൻറ്റേജ് കുറേ സിപ്പ് ലൈനിൽ പോയപ്പോൾ ഉള്ള വ്യത്യാസം വെച്ചാൽ, മറ്റേ നമ്മൾ തുടക്കൽ നമ്മൾ പോകണമെങ്കിലോ അല്ലെങ്കിൽ തിരിച്ചിറങ്ങിയാലോ നടന്നിട്ട് വണ്ടിയിൽ വരണം. ഇത് ശരിക്കും ഒരു സിംഗിൾ ട്രാക്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അത്ര തന്നെ ലെങ്ത് ഇല്ലെങ്കിലും നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റോട് ചേർന്ന് തന്നെ വരാൻ പറ്റും. ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ ഇതിൽ കയറാൻ താല്പര്യം, ഇവിടെ വന്നിട്ട് ഇത് കയറാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഇത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ചുരം കയറി ഇറങ്ങാണ്ട് ഇങ്ങനെ കറങ്ങി ബാക്കിയുള്ള റൈഡുകൾ മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും സിപ്പ് ലൈൻ അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം ഹൈറ്റ് ഒക്കെ പേടിയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ സേഫ്റ്റി ഒക്കെ ഉള്ള കാരണം തന്നെ നമ്മളൊരു ഇരുന്ന് മറ്റേ ലുട്ടാപ്പി കുന്തത്തി കയറി പോകുന്ന ഒരു ഫീലോട് വന്നു. മൊത്തം ഫോഗി മൗണ്ടൈന്റെ ഒരു ഡ്രോൺ വ്യൂ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെ, നമുക്ക് വേറെ ഒന്നും നടന്ന് അങ്ങോട്ട് പോവാം. നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. ആകാശത്തോളം പറന്നിട്ട് നടക്കാൻ അല്ലെ, എത്രത്തോളം ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അത്രത്തോളം ഉല്ലാസമുള്ള ഒരു ഫാമിലിനോട് നമ്മളിപ്പം ജോയിൻ ചെയ്യാൻ കിട്ടുന്നുണ്ട്. സോ നമസ്കാരം. യെസ്, എന്താ ചേട്ടാ പേരെങ്ങനെയാ? വിജേഷ്. എവിടെ സ്ഥലം? കോഴിക്കോട് കുമാരസ്വാമി. ഓക്കെ, ജിമ്മാണല്ലോ അല്ലേ? ഞാനത് പറയാൻ നിൽക്കാറ്. സാധാരണ ചേട്ടൻ ഒരു മീശൊക്കെ വെച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഏതവനും ഒന്ന് പേടിക്കും. അങ്ങനത്തെ ഒരു ലുക്കാണ് ചേട്ടൻ. അമ്മോട് ചോദിക്കണ്ട, ഇങ്ങനെ മകനെങ്ങനെ കുറച്ച് അക്രമകാരിയാണോ? പാവാട് ഉണ്ട് അല്ലെ, ആ വലിയ ശരീരത്തിനൊപ്പം തന്നെ വലിയ മനസ്സുണ്ട് അല്ലേ, അതുകൊണ്ടാണ്. ഇന്ന് ഇവിടെ മാത്രമുള്ള പ്ലാനിൽ വന്നാണോ അതോ ട്രിപ്പിന്റെ ഭാഗമായിട്ടാണോ? എന്നിട്ട് ആരെ ഏറ്റവും കൂടുതൽ മോൻ തന്നെയാണോ അതോ നിങ്ങളാണോ കയറിയത്? മോൻ തന്നെയാണ് കയറിയത്. യെസ്, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി, ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞ് മൈക്ക് പിടിച്ചത്. എന്താ ചേച്ചി പേരെങ്ങനെയാ? രഞ്ജുല. ഓക്കെ, ഇത് എന്താണ് പേര്? ആയിട്ടില്ല. ജാനകി. എത്ര വയസ്സുണ്ട് മോള്? ജാൻകി. ഓക്കെ, അമ്മയുടെ പേര്? പുഷ്പലത. ഞാൻ കടക്കിനിട്ടൊരു ചുള്ളൻ നിൽക്കുന്നുണ്ട്. പേര് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. പേരെന്താ? ഇഷ്ടായോ ഇവിടെ? അച്ഛനൊന്ന് പോയേ. സാധാരണ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് ഉണ്ടോ, ഇങ്ങനെ പോവാറുണ്ടോ? എവിടെ വർക്ക് ചെയ്യുന്നത്? അയർലൻഡ് വർക്ക് ചെയ്യുന്നത്. എന്താണ് അവിടെ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് സുഖമല്ല, വീട്ടിൽ പണിയെടുക്കണ്ട ഒരു സാധനമല്ല. ചേച്ചിയുടെ എന്തെങ്കിലും പൊടിക്കൈകൾ യൂസ് ചെയ്യാറുണ്ടോ അവിടെ അയർലാൻഡില്? ഉപയോഗിക്കാറില്ല. തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഹാപ്പി ആയിട്ട് അല്ലെ, ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് തന്നെ അയർലാൻഡിൽ കൊടുത്തുവിടാനൊക്കെ ഒരു ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ തരാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിന് മുമ്പ് ചെറിയൊരു ചോദ്യം വരും. വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും, ഒരു മൂവി റിലേറ്റഡ് ആയിരിക്കും, അതൊരു മിനിമൽ പോസ്റ്റർ ആയിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് അത് ഏത് മൂവിയാണെന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൂര്യ കോമഡിയുടെ നല്ലൊരു കിടിലൻ സമ്മാനം നിങ്ങൾക്ക് അങ്ങ് കുമാരസ്വാമിയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ തരട്ടെ? റെഡി അല്ലേ? യെസ്. അപ്പൊ ഇതാണ് മിനിമൽ പോസ്റ്റർ. ഇത് കണ്ട് ഇത് ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്യണം. നോക്കിക്കോളൂ ചേച്ചി. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഇന്ന് വന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോലെ അല്ലേ, അതിന്റെ റൈഡൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഏതായിരിക്കും മൂവി? സിനിമയുടെ പേരല്ല അത് ഒരു ക്ലൂ തരാം. ആ സിനിമയുടെ പേരല്ല, സിനിമയിലെ ഒരു ടേണിംഗ് പോയിന്റിലെ സംഭവമാണ് അല്ലെ, ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരാളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നോക്കി നോക്കി
ആ പുള്ളിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയും ഈ സിനിമയും തമ്മിൽ നല്ലൊരു സിമിലാരിറ്റി ഉണ്ടാവും. അതെ, ഇവിടെ വരുമ്പോ എങ്ങനെ എൻജോയ് ചെയ്തായിരുന്നോ? ഉണ്ട്. അതുപോലെ എൻജോയ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിട്ട് പറ്റാതിരുന്ന ഒരാളുടെ ടേണിംഗ് പോയിന്റ് ആണ്. ഇതിന് വലിയ ക്ലൂ ഇല്ല അല്ലേ? അതെ, ഐ മീൻ കൗണ്ട് ഡൗൺ തുടങ്ങാറായിട്ടുണ്ട്. യുവാക്കളുടെ ഒരു പടമാണ്, അതും കൂടെ പറഞ്ഞുതരാം. അതെ, ഇതിന് അഭിനയിച്ചിരിക്കുന്നവരെല്ലാം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണോ? അല്ല, 10 തരാണോ? അപ്പൊ 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓവർ. ടൈം അപ്പ്. ഓക്കെ, കുഴപ്പമില്ല ചേട്ടാ. ചെയ്തിട്ടുണ്ട്. മെല്ലെ യുവാക്കളുടെ പടം എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൂൾ ആയിട്ടിരുന്ന ആളായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കരച്ചിൽ മാറ്റാൻ വേണ്ടി ഗിഫ്റ്റ് കൊടുത്താലോ? ഒരു സമ്മാനം തരട്ടെ മാമൻ. മാമൻ ഒരു സാധനം തരട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. യെസ്, എനിക്ക് തോന്നുന്നു ആ സമ്മാനം കൊടുത്ത് കരച്ചിൽ മാറും. അപ്പൊ അതിന് വേണ്ടി ഒരു ഗിഫ്റ്റ് എടുത്ത് ഞാൻ ഓടി പോയി എടുത്തിട്ട്. യെസ്, അങ്ങനെ കുഞ്ഞു മേനിക്കൊത്ത ഉടുപ്പുകളുടെ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡ് ആയിട്ടുള്ള മാക്കിറ്റോസ് നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഇനി ചിരി വരണം കേട്ടോ. ഹലോ. അപ്പൊ ഇനിയിപ്പോ എന്നാ തിരിച്ചു പോണെന്ന് ചോദിക്കുന്നില്ല. ആ ചോദ്യം കുറെ കേൾക്കുന്നുണ്ടാവില്ലേ? അപ്പൊ ഓക്കെ, ബൈ. ശരി, എന്തായാലും സന്തോഷം. ഓക്കെ ചേട്ടാ, ശരി, താങ്ക് യു. സാധാരണ രീതിയിൽ വാട്ടർ തീം പാർക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കായിരിക്കും കുറേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഫോഗി മോഡൽ വന്നാൽ പ്രത്യേകിച്ച് അഡൽസിനും ഒരേപോലെ അഡ്വഞ്ചർ ട്രാക്ക് ആയതുകൊണ്ട് കൂടി തന്നെ എല്ലാവരും ഇത് പിള്ളേർക്ക് വേണ്ടി, പിള്ളേരെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നൈസായിട്ട് വരുന്നതാണ്. അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അഡൽ കാറ്റഗറിയിലുള്ള ബ്ലൂ ബാൻഡ് ഉള്ള നമ്മളെ പോലെ കുറെ പേരോട് നമ്മളെ ചെയ്യുന്നുണ്ട് അല്ലെ? ഒന്ന് കൈവയ്ക്കേ. ഇപ്പൊ കറക്റ്റ് അറിയാം ബാൻഡ് ഇല്ലാത്തോണ്ട് തോന്നുന്നു അല്ലേ? നമസ്കാരം, എവിടുന്ന് വരും? ഒരാളൊന്ന് മൈക്ക് പിടിച്ചേ. ആരൊന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കേൾക്കട്ടെ. എന്റെ പേര് ആഷിഖ് എന്നാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ലീവിന് വന്നതാണ്. കോഴിക്കോട് പറമ്പിൽ സാറാണ്. ആഷിഖ് എന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ വൈഫാണ് റീഷ. ഞാൻ റിൻഷ, JDT കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ചെറുപുള്ളിയല്ല. അതെ, അളിയനാണ് കൊടുവള്ളി. ഇതിന്റെ ഭാര്യയാണ് സീന. ഓക്കെ, ഉമ്മ. അപ്പൊ ഉമ്മ അപ്പൊ ഇങ്ങനെ രണ്ടളിയും ഒരേ സമയം നാട്ടിൽ ലാൻഡ് ചെയ്തു. എനിക്ക് ലീവ് ഉള്ളേരം അളിയനെ വിളിച്ചാണ്. അതാണ് അളിയൻ പറഞ്ഞേ. മറ്റെന്ത് അങ്ങനെ തന്നെയാണ് ഫാമിലി. ഇവര് ഭയങ്കര ദോസ്തുക്കളുടെ പോലെയാണ് നടക്കാറ്. കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പിന് നമ്മൾ പോയിരുന്നു. ഞാൻ ഖത്തറിൽ പോയിരുന്നു. അളിയന്റെ ഭാഗം ഇപ്പോൾ ട്രീറ്റ് ആണല്ലേ? അളിയന് മാത്രമാണോ ഫ്രണ്ട്സിനും വേണമെങ്കിൽ ഞങ്ങളും വരാം ഖത്തറിലേക്ക് യാത്ര വരാം. അപ്പൊ എന്തായാലും നമ്മൾ പരിചയപ്പെട്ട കൂട്ടത്തിൽ 3 പേരും കൂടെ താഴെ എത്തിയിട്ടുണ്ട്. സോ ഒന്ന് പേര് പറഞ്ഞേ. എന്റെ പേര് ലഹാൻ. എവിടെയാ? ബാദ്യൂസ്. പേരെന്താ? ബാദുവിനെ വിളിച്ച സമയത്ത് ബാദു പക്ഷെ നിർബന്ധത്തിൽ വന്നിക്കാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ ഒക്കെയാണോ? ഫുട്ബോൾ ഇഷ്ടമാണോ? ആരാണ് ഇഷ്ട ടീം? ഏതാ ഫേവറേറ്റ് പ്ലെയർ? ഏതാ? മെസ്സി. പിന്നെ അർജന്റീനയാണോ ഇഷ്ടം ഒന്ന് ചോദിക്കാം അല്ലെ? ക്ലബ് ഏതാ? ക്ലബ് ഫുട്ബോൾ കാണാറുണ്ടോ? മെസ്സി എന്തോ അതാണ് ആണ് അല്ലേ? അവിടെ പോയിരുന്നോ? വേൾഡ് കപ്പ് കാണാൻ ഇല്ല? കൊണ്ടുപോയില്ല അല്ലേ? നാട്ടിൽ നിന്ന് കണ്ടു. നാട്ടിലായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്? ഏറ്റവും കൂടുതൽ ആരുടെ സജഷൻ ആരുടെയായിരുന്നു? ഞാൻ തന്നെ സതീശൻ. ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ആർക്കായിരുന്നു? ഓരോ റൈഡിൽ കയറാൻ ഒരു എന്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെയാണ് അല്ലേ പ്രൊഫസർ? അപ്പൊ ചില്ലറക്കാരിയല്ല അല്ലേ? എന്നിട്ട് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായിട്ടുള്ള റൈഡ് ഏതാ? എല്ലാവരും അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞത് ഏതായിരുന്നു? ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പോൺസറെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങള്. ഇക്കാക്കായിരുന്നു എല്ലാ സ്പോൺസറും. അപ്പൊ സ്പോൺസറെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ എല്ലാത്തിലും കയറി. അപ്പൊ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പാർക്ക് ഇവിടെ ഉണ്ട്. അത് തന്നെ വലിയ കാര്യം. കാരണം നമ്മൾ കുട്ടികളെയും കൊണ്ട് ഓരോ റൈഡിലേക്ക് കയറേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. സന്തോഷമുണ്ട് വാക്കുകളിൽ അല്ലേ? ഡെഫിനറ്റ്ലി. പരിപാടി ഉണ്ടോ? ഇവിടെ തന്നെ റിസോർട്ട് എടുക്കണം പ്ലാനിങ്ങിലാണ്. അപ്പൊ എന്തായാലും വന്നതിന്റെ എല്ലാം കയറിയതിന്റെ സന്തോഷം ഞങ്ങൾ കുറച്ചുകൂടി കൂട്ടട്ടെ. വേറെ ഒന്നല്ല, കുറച്ച് ഗിഫ്റ്റ് തരും. പക്ഷെ ആ ഗിഫ്റ്റിന് മുമ്പ് ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിക്കുക. അതിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നാളെ ഇന്നൊക്കെ റിസോർട്ടിൽ താമസിച്ച് നാളെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം കൂടെ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സാധനം കൂടെ അങ്ങ് തരും. റെഡി? അപ്പൊ മൂവീസ് ഒക്കെ കാണാറുള്ള ഒരാൾ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിനിമൽ പോസ്റ്റ് കാണിക്കും. ഇത് കണ്ടിട്ട് ഏത് മൂവിയാണ് ഓർമ്മ വരുന്നതെന്ന് നോക്കണം. റെഡി? സുധ ക്ലൂ തരാം. ഫോണൊന്ന് വാങ്ങി എല്ലാവരും പേരല്ല ഇത്.
സിനിമയിലെ ഒരു സംഭവമാണ് അല്ലേ? സ്കൈ ഡൈവിംഗ് അല്ലെങ്കിൽ ബങ്കി ജമ്പിങ്. അതാണ്. പക്ഷെ അത് ഏത് സിനിമയാണ്? ആ സിനിമയിൽ അത് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? സിനിമ. സിനിമയുടെ പേരല്ല ഇത്. അല്ല. Okay, സിനിമയുടെ മലയാളം മൂവിയാണ്. സിനിമയിൽ ഉള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആണോ? അതെ. സിനിമയിലെ ഒരു ടേണിംഗ് പോയിന്റിലെ ആണ് ശരിക്കും ഇത്. ഇതിപ്പോ നമുക്കൊക്കെ ഇവിടെ റൈഡിൽ കയറാൻ ഒരു പേടി ഉണ്ടാവും അല്ലേ? ചെറുതായിട്ടെങ്കിലും പുതിയതാണ്. ആ റൈഡിന്റെ പേടി മാറുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു മൊമെന്റ് ആണ്. ഫുൾ യുവാക്കൾ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു പുതുമുഖങ്ങൾ. അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ പഴയതാണ്, അത്രയും പുതിയതല്ല. അതെ, ഒരു 5-10 വർഷത്തിനുള്ളിൽ വന്നതാണ്. 10 വർഷമായിട്ടുണ്ടാവില്ല, പക്ഷെ എങ്കിൽ പോലും ഒരു കോളേജ് മൂവിയാണ്. കോളേജില് അങ്ങോട്ട് തരാൻ പറയുന്ന അതെന്താ ആ മൂവി പറയാൻ കാരണം? അല്ല, അങ്ങനെ ഒരു കോളേജ് മൂവി ആനന്ദം മൂവി. ആനന്ദം വിനീത് ശ്രീനിവാസൻ കുറച്ച് അതെന്താ അത് പറയാൻ കാരണം എന്തായിരുന്നു? അങ്ങനെയല്ല, ഒരു കോളേജ് വൈബ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഇല്ല ഹംപി പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള അവരുടെ യാത്രകളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഹംപിയിലൊക്കെ പോയിട്ടുണ്ട്. ആണോ? ഉണ്ടെങ്കിൽ മാത്രം ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉത്തരം തെറ്റി പോകും. നോട്ട് ഷുവർ. ഉറപ്പുണ്ടെങ്കിൽ പോരണോ? വേറെന്താ ക്ലൂ ഉണ്ടോ? ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നോ അതോ ഭാര്യ പറഞ്ഞതിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഭാര്യയിൽ വിശ്വാസം ഭാര്യയിൽ വിശ്വാസം ഉണ്ടോ? അതന്നെ, ഉണ്ടോ? എനിക്ക് കറക്റ്റ് ആൻസർ വൈഫിന് വിശ്വാസമുണ്ട്. വൈഫിന്റെ വാക്കിൽ വിശ്വാസമുണ്ടോ? അതിൽ വിശ്വസിക്കുന്നു. എല്ലാ വിശ്വാസം റൈറ്റാണ്. വൈഫിന് വിശ്വാസത്തിന് കൈയൊക്കെ ഒന്ന് വിറക്കരുത്. പറയണോ? അപ്പൊ എന്തായാലും മാത്രല്ല ഉത്തരം പറയാനും അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ ഗിഫ്റ്റ് എടുത്തിട്ട് ഓടി വരാം. അപ്പൊ കയ്യിൽ കിടലം ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. പ്രൊഫസർ വന്നങ്ങ് ചുമ്മാ പോകാനല്ല അല്ലെ? അപ്പൊ എന്തായാലും കയറി വന്ന ഒരാളോട് അവിടെ ഭയങ്കര നിൽക്കുന്നുണ്ട് അല്ലെ? ആളോട് കയറി ഒന്ന് ഒരുമിച്ച് നിന്നോട്ടോ. ഇങ്ങോട്ട് നിന്നോ. ഓക്കെ, അപ്പൊ എന്തായാലും അളിയന്റെ സ്പോൺസർഷിപ്പിന് ഒരു വിരാമമാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സാധനം. സൂര്യ കോമഡിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് അളിയനും അളിയന്റെ ഫാമിലിക്കും. കോഴിക്കോടിന്റെ വിനോദത്തിന്റെ മാറിയ മുഖം കണ്ടു ആവോളം ആസ്വദിച്ചിട്ടുണ്ട് അല്ലേ? പീക്ക് നമ്മളെടുത്തു. അതെ, കാരണം 25+ റൈഡ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എത്ര ഒന്നും കേറിയില്ല, പക്ഷെ കേറിയോണ്ട് തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം അതിന്റെ പീക്ക് ലെവലിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ഈ സിപ്പ് ലൈനൊക്കെ അങ്ങ് മലമുകളിൽ നിന്നുള്ളൊരു വിടല. കാരണം അത് സാധാരണ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് ശരിക്കും ഈ ഒരു കുന്നും മലയൊക്കെ ആസ്വദിച്ച് പറക്കാൻ പറ്റുന്ന കാഴ്ചകൾ. ഡ്രോൺ അല്ലെ മൂവിൽ അങ്ങോട്ട് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ കാഴ്ചകളോട് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ തീരുകയാണ്. പക്ഷെ നമ്മൾ ഇനി അടുത്തേക്ക് പോകുന്നത് അല്ലെ, ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലമായ, പക്ഷെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ജില്ല നമ്മളൊന്ന് മാറും. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ശരിക്കും കേരളത്തിന്റെ അല്ലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തേക്കിന്റെ അവിടെ ചെന്നിട്ട് പറയാം. എന്തായാലും നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്താത്ത ഒട്ടനവധി കാഴ്ചകൾ നിലമ്പൂരിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുക. അപ്പൊ അതുവരേക്കും ഇറ്റ്സ് മീ അമീൻ ആൻഡ് റോഹലോന സൈനിങ് ഓഫ്. ബൈ.